പ്രധാനപ്പെട്ടതായിട്ടുണ്ട്. ഒന്ന്, നമ്മളതിന് കാരണമല്ല. മറ്റൊന്ന്, മുന്നൊരുക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ ഒരു കാര്യത്തിനും നമ്മൾ കാരണമല്ല. ഒന്നിനും നമ്മൾ കാരണക്കാരേയല്ല. നമ്മൾ ഈ ഭൂമിയിൽ ഒരു ഭവനത്തിൽ ജനിച്ചതുപോലും നമ്മുടെ കാരണം കൊണ്ടല്ല. നമുക്കൊരപ്പനും അമ്മയും കിട്ടിയതും നമ്മുടെ കാരണത്താലല്ല. നമ്മുടെ സഹോദരങ്ങളെ കിട്ടിയതും നമ്മുടെ കാരണത്താലല്ല. മൊത്തത്തിൽ പരിശോധിച്ചാൽ നമ്മളിങ്ങനെ ഇരിക്കുന്നതിൻ്റെ പിന്നിൽ നമ്മൾ കാരണക്കാരല്ല. ഒന്നിൻ്റെയും പിന്നിൽ നമ്മളല്ല കാരണക്കാർ. ജീവിതത്തിൻ്റെ ഒരു സാഹചര്യങ്ങൾക്കും നമ്മളല്ല കാരണക്കാർ. ദൈവമെല്ലാം മുന്നൊരുക്കിയതാണ്. എത്ര പേരെ വിശ്വസിക്കുന്നുണ്ട്? അത് നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ ജീവിതത്തെ നോക്കി പരിതപിക്കരുത്. നമ്മുടെ ജീവിതത്തെ നോക്കി നിരാശപ്പെടരുത്. എല്ലാ സാഹചര്യങ്ങളും ദൈവത്താൽ ഒരുക്കപ്പെട്ടിരിക്കുന്നതാണ്. ഒന്നിനും നമ്മൾ കാരണക്കാരല്ല എന്ന് ബൈബിൾ തീർത്ത് പറയുന്നു. ഒന്നിനും നമ്മളല്ല ഇതിൻ്റെ ആളുകൾ. ജനിച്ചു വീണതിനും കാരണക്കാരല്ല. എന്നാൽ ഇവിടെ പൗലോസ് ഈ കാര്യങ്ങൾ കുറച്ചും കൂടി ആഴത്തിൽ പറയുകയാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിനും നിങ്ങളല്ല കാരണക്കാർ. ഹല്ലേലൂയ. അതിനും നിങ്ങളല്ല കാരണക്കാർ. ജനിച്ചതിന് നിങ്ങളല്ല കാരണക്കാർ. ഇവിടെ ജീവിക്കുന്നതിന് നിങ്ങളല്ല കാരണക്കാർ. വീണ്ടും ജനനം പ്രാപിച്ചതിനും നിങ്ങളല്ല കാരണക്കാർ. ദൈവം അത് ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ചെയ്തിരിക്കുന്നതാണ്. സ്തോത്രം. നമുക്ക് ആ വാക്യം ഒന്നും കൂടെ ഒന്ന് വായിക്കാം. നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് പതിയിട്ട് ആ വാക്യം വായിച്ചേ. കൃപയാലല്ലോ ആ ആ ആ ആ കാരണമല്ല. അപ്പോൾ ഇവിടെ ജനിച്ച് വീണതിന് നമ്മളല്ല കാരണക്കാർ. ദൈവത്തെ കണ്ടുമുട്ടിയതിന് നമ്മളല്ല കാരണക്കാർ. വീണ്ടും ജനനം പ്രാപിച്ചതിന് നമ്മളല്ല കാരണക്കാർ. നമ്മൾ കടന്നു പോകുന്ന വഴികൾക്കും നമ്മളൊന്നുമല്ല കാരണക്കാർ. ഒന്നിനും നമ്മളല്ല കാരണക്കാർ. നമുക്ക് എത്ര പേർക്ക് ഈ രാവിലത്തെ പറയാൻ പറ്റും, കർത്താവേ, ഈ കടന്നു പോകുന്ന ഒരു വഴിയിൻ്റെയും കാരണക്കാരൻ ഞങ്ങളല്ല. നമുക്ക് വിദ്യാഭ്യാസം കിട്ടിയതിനോ നല്ല കുടുംബത്തിൽ പിറന്നെന്നോ ഒന്നും നമുക്ക് പറയാനില്ല. ഇവിടെ എല്ലാത്തിനും ദൈവം തന്നെ കാരണഭൂതൻ. സകലത്തിനും എല്ലാ എത്ര പേർക്ക് അത് അങ്ങനെ വിശ്വസിച്ചാലേ നമുക്ക് ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവം നമുക്ക് ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന സകലത്തിനും നമ്മളല്ല കാരണക്കാർ. എന്നാൽ അടുത്ത ഭാഗം പ്രധാനപ്പെട്ടതാണ്. പൗലോസ് പറയുന്നത്, നിങ്ങൾ ക്രിസ്തുയേശുവിൽ സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരായതുകൊണ്ട് അതിനും നിങ്ങളല്ല കാരണക്കാർ. ഹല്ലേലൂയ. ഒരു സാഹചര്യങ്ങൾക്കും നിങ്ങളല്ല കാരണക്കാർ. ഒന്നിനും നിങ്ങളല്ല കാരണക്കാർ. നിങ്ങൾക്കതിനകത്തൊരു റോളുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്തിനാ നോക്കിക്കേ, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അതും ദൈവം മുന്നൊരുക്കിയതാണ്. അതിനും നമ്മളാളുകളല്ല. ഒന്നിനും നമ്മളാളുകളല്ല എന്ന് ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നു. സ്തോത്രം. അപ്പോൾ എല്ലാ സാഹചര്യങ്ങളും ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്നു. ചുറ്റുപാടുകൾ ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ മുമ്പോട്ട് ആത്മീയ ജീവിതം നയിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് വീണ്ടും വായിക്കാം. ഫിലിപ്പ് ലേഖനത്തിലേക്ക് വരുമ്പോൾ ഫിലിപ്പ് ലേഖനം നമുക്ക് വായിക്കാം. 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 2:13 മുതൽ. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും അപ്പോൾ നമ്മളെപ്പോഴും ഓർത്തണം, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ആളുകളാണ്. കാരണം ദൈവത്തിന് പ്രത്യേക ഉദ്ദേശമുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു വീണത്. ചിലർ ചോദിക്കാറ്, ഞാൻ എന്തിനാണ് ഇങ്ങനെ ജനിച്ചതെന്ന്. നമ്മളിങ്ങനെ ജനിക്കണം ദൈവത്തിന് ആഗ്രഹമായിരുന്നു. ഇങ്ങനെ തന്നെ ജനിക്കണമായിരുന്നു. ഈ വീട്ടിൽ തന്നെ ജനിക്കണമായിരുന്നു. ഇങ്ങനെ തന്നെ അനുഭവത്തിലൂടെ കടന്നു പോകണമായിരുന്നു. ഇങ്ങനെ തന്നെ മുമ്പോട്ട് നീങ്ങണമായിരുന്നു. ദൈവം അതൊരു നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ പ്രവർത്തികളുടെ ഒരു വലിയ ഒരു അടിത്തറയിടാൻ, മറ്റുള്ളവർക്ക് ഒരു നെയിം ബോർഡായിട്ട് നമ്മളെ നിർത്തുവാൻ ദൈവത്തിന് നമ്മളെ ഈ വഴിയിലൂടെ വിട്ടേ പറ്റത്തുള്ളൂ.
ഹല്ലേലൂയ. ദൈവത്തിന് നമ്മുടെ പ്രവർത്തികൾ, തൻ്റെ പ്രവർത്തികൾ നമ്മളിലൂടെ വെളിപ്പെടുവാൻ വിവിധ നിലകളിൽ നമ്മൾ നടത്തേണ്ടതായതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിൻ്റെ ബോർഡുകളാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ബോർഡുകളാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് ഈ പ്രഭാതത്തിൽ പറയാൻ കഴിയട്ടെ, ദൈവത്തെ കാണുവാൻ, മറ്റുള്ളവർക്ക് കൺ തുറന്ന് ദൈവത്തെ കാണുവാൻ ഞാൻ ഈ വഴിയിലൂടെ പോകേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ വഴിയിലൂടെ പോകേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം എന്താണ്? ദൈവത്തിന് തൻ്റെ പ്രവൃത്തി നമ്മിലൂടെ കാണുവാനായിട്ട്. ഈ പ്രഭാതത്തിൽ പറഞ്ഞ, കർത്താവേ, എന്നെ കാണുന്നവർ കർത്താവിനെ കാണുവാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വ്യക്തമായി തിരിച്ചറിയത്തക്കവണ്ണം എന്നിൽ പ്രവർത്തിക്കേണ്ടതിന്, എന്നിൽ ആ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന്, ഒരു സൽപ്രവൃത്തി, ആ ദൈവത്തിൻ്റെ പ്രവൃത്തി ക്രിസ്തുയേശുവിലൂടെ ദൈവം പ്രവർത്തിക്കുന്നത് മറ്റുള്ളവർക്ക് കാണത്തക്ക വിധത്തിൽ ഒരു പ്രദർശന വസ്തുവായി ദൈവം നിർത്തിയിരിക്കുന്നതിനെ ഓർത്ത് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഒന്നിനും നമ്മൾ കാരണക്കാരല്ല. ഒരു കാരണവും ഇല്ലാതെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നും ചോദിക്കാനും പറയാനും നിൽക്കേണ്ട. ദൈവസന്നിധിയിൽ നമുക്ക് പറയാൻ കഴിയട്ടെ, ഇച്ഛിക്കുക എന്നതും പ്രവർത്തി, അവിടെ അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്ന നമ്മുടെ ആഗ്രഹങ്ങളോ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തതല്ല. ഇതൊന്നും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ കാര്യങ്ങളല്ല. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാം എങ്ങനെ ചെയ്യണം? പെറുപിറുപ്പും വാദവും കൂടെ. ഇതൊക്കെ നമ്മൾ അടിവരേണ്ട കാര്യങ്ങളാണ്. ഒരു കാര്യത്തിലും നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് വളച്ച് നമ്മളതിനെ ഒടിച്ച് കളയരുത്. ഒരു ദൈവപ്രവൃത്തി ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിനൊരു പ്രവൃത്തിയുണ്ട് നമ്മിൽ. നിങ്ങൾ വേദപുസ്തകത്തിൻ്റെ സുവിശേഷം തുടങ്ങുന്നത്, പഴയ നിയമത്തിലേക്ക് നമുക്ക് പോകാതെ സുവിശേഷത്തിൻ്റെ ആരംഭം മുതൽ നോക്കിയാൽ ദൈവപ്രവർത്തികൾ അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. ലൂക്കോസ് സുവിശേഷം 2 നമുക്ക് വരുമ്പോൾ അവിടെ ഒരു ഭയങ്കര ദൈവപ്രവർത്തിയാണ്. 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യേശുക്രിസ്തുവിൻ്റെ ജനനമാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് 2-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ യോസഫ് മറിയയുമായിട്ട്, നിറഗർഭിണിയായിരിക്കുന്ന ആ സഹോദരിയുമായിട്ട് അവർ എവിടുന്നാണ് യാത്ര തിരിച്ചത്? വായിച്ചേ. നസ്രയത്തിൽ നിന്ന് ബേത്ലഹേമിലേക്ക് പോവാം. വലിയ കഷ്ടം പിടിച്ചൊരു കാര്യമല്ലേ അത്? വലിയ അരുളപ്പാട് കിട്ടിയവരല്ലേ ഇവർ രണ്ടുപേരും. ദൈവത്തിൻ്റെ പുത്രൻ അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭിണിയായിരിക്കുന്നു, നീ അവളെ കൂട്ടാൻ ശങ്കിക്കേണ്ടെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ച യോസഫ് ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. നിന്നിൽ ഉൽപ്പാദിതമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ആണ് നീ കൃപ ലഭിച്ചവളാണ് എന്ന് അരുളപ്പാട് ലഭിച്ച മറിയ നിറഗർഭിണിയായി നിൽക്കുകയാണ്. നമ്മൾ ആ സ്ഥാനത്തേക്കൊന്ന് വന്നേ. ദൈവം വന്ന് പ്രവർത്തിക്കുന്നതല്ലേ. എങ്ങനെ ആയിരിക്കും? ഒരു 5 സ്റ്റാർ ഫെസിലിറ്റിയുള്ള, അന്നത്തെ കാലത്ത് 5 സ്റ്റാർ ഫെസിലിറ്റിയുള്ള ഒരു സ്ഥലത്ത് ഡെലിവറി നടക്കേണ്ട കേസായത്. കാരണം എന്തുവാ? ദൈവം ഇടപെടുമ്പോൾ അങ്ങനെയാണല്ലോ മനുഷ്യൻ കാണേണ്ടത്. ദൈവത്തിൻ്റെ പ്രവൃത്തി അങ്ങനെയല്ലേ വരേണ്ടത്, അല്ലേ? അങ്ങനെ തന്നെയാണ് വരേണ്ടത്. ഇഷ്ടം പോലെ സഹായത്തിന് ആളുകൾ, യാത്ര ചെയ്യാനായിട്ട് അന്നത്തെ കാലത്ത് ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ എന്താണോ ഉള്ളത്, തേരാണോ തേരാളിയാണോ കുതിരയാണോ എന്തുവാകട്ടെ, ആ കാലത്ത് ഏറ്റവും മികച്ച ഒരു വാഹനം തീർച്ചയായിട്ടും ദൈവം ഇടപെട്ടവന് കിട്ടേണ്ടതാണ്. അനുഗ്രഹിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയല്ലേ? കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമല്ലേ, അല്ലേ? അകത്ത് വഹിച്ചിരിക്കുന്ന ആരാ? ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കാനുള്ളവൻ അകത്തിരിക്കുക. അങ്ങനെ ഒരാൾക്ക് ഇങ്ങനൊരു ഗതി വരിക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ ഇതൊക്കെ? അല്ല, നിസ്സാര കാര്യമല്ല. നിങ്ങൾ നോക്കിയേ, 2 പേരും നിറഗർഭിണിയാണ്. ഒരു 5 മാസമൊക്കെയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, 6 മാസമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ചില ദിവസം കഴിയുമ്പോൾ പ്രസവിക്കാൻ പോവാണ്. ഏറ്റവും കൂടുതൽ കെയറിങ് ആവശ്യമുള്ള സമയമാണ്. ആ സമയത്താണ് ഇവർ നസ്രയത്തിൽ നിന്നും ബേത്ലഹേമിലേക്ക് പോവാണ്. എന്താ കാരണം? ദൈവമക്കളുടെ ഒരു ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും അവരാൽ സൃഷ്ടിക്കപ്പെടുന്നതല്ല. മനസ്സിലായ പറഞ്ഞത്? നാം ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ എഫേസ്യത്തിൽ വായിച്ചു ഒരു വാക്കുണ്ട്. ആ വാക്യം നിങ്ങൾ നോക്കിക്കേ. ആ വാക്ക്
എഫേസ്യർ ലേഖനത്തിലെ വാക്യം നമ്മളിപ്പോൾ വായിച്ച കുറിവാക്യം നോക്കിക്കേ. നാം ചെയ്തു പോരേണ്ടതിന് നമ്മൾ ജനിച്ചതിന് മുമ്പ് റൂട്ട് എഴുതിയിട്ട് ദൈവം. നമ്മൾ ചുമ്മാ കിടന്ന് പിടയ്ക്കരുത്, നമ്മൾ ചുമ്മാ കിടന്ന് ബഹളം കൂട്ടരുത്, നമ്മൾ ചുമ്മാ കിടന്നുകൊണ്ട് മറ്റുള്ളവരെയുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യാൻ തയ്യാറാകരുത്. ദൈവം മുന്നൊരുക്കിയ റൂട്ടിലൂടെ പോകത്തുള്ളൂ. നമ്മൾ എന്തൊരിക്കും ദൈവം മുന്നൊരുക്കി വെച്ചിരിക്കുക. നീ ഇങ്ങനെ പോയാൽ പറ്റത്തുള്ളൂ, ഇവിടെ കൂടെ അനങ്ങാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഞാൻ എന്ത് ചെയ്തിട്ടാ? നീ ഒന്നും ചെയ്യണ്ട. വായിൽ വഞ്ചനയൊന്നുമില്ലായിരുന്നു, പാപം ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അവൻ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ടും വ്യസനപാത്രവുമായും അറക്കാനുള്ള ആടിനെ പോലെയും അവൻ നടന്നു നീങ്ങി. ഒരു കുറ്റവും ചെയ്തവനല്ല, ഒരു കുറ്റവും ചെയ്തിട്ടില്ല. മനസ്സിലാക്കണം നമ്മൾ ആത്മീയ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ പാതകൾ. ഒരു കുറ്റവും ചെയ്യാം. നമ്മൾ ചോദിക്കാറില്ല, ഞാൻ എന്നെ ചെയ്തിട്ട് ഈ പ്രശ്നമൊന്നും. ഒന്നും ചെയ്യണ്ട, പക്ഷേ മുന്നൊരുക്കിയിട്ടിരിക്കുന്ന പാതയിലൂടെ പോയേ പറ്റത്തുള്ളൂ. പക്ഷെ അത് വിജയത്തിൻ്റെ പാതയാണ്, അത് രക്ഷപ്പെടാനുള്ള മാർഗമാണ്. ഹല്ലേലൂയ! ഏറ്റവും നല്ല മാർഗമാണ് ഇത്, ഏറ്റവും ബെസ്റ്റ് മാർഗം. സ്തോത്രം. നോക്കേ, അവർക്ക് ഏറ്റവും നല്ല യാത്രാ സൗകര്യം സത്യത്തിൽ കിട്ടേണ്ടത് അവർ നടന്നാണ് പോയത്. നിങ്ങൾ നോക്കണം, ആ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഞാനത് വായിച്ച് സത്യം പറഞ്ഞാൽ അതിശയിച്ച് ഞാൻ. യഹൂദയിലെ ബേത്ലഹേം എന്ന ദാവീദിൻ്റെ പട്ടണത്തിലേക്ക് പോയി അവർ ഇരിക്കുമ്പോൾ അവർ പ്രസവത്തിനുള്ള ആമേൻ സ്തോത്രം, പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. എങ്ങോട്ടാണ് പോയത് ഇവർ? നസ്രത്തിൽ നിന്ന്. ദൈവത്തെ അറിയുന്നവനല്ലേ സത്യത്തിൽ. ഈ നസ്രത്തിൽ തന്നെ എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തു കൊടുത്താൽ പോരെ? ദൈവം സർവശക്തനല്ലേ? ഈ നിറഗർഭിണിയായിരിക്കുന്ന സമയത്ത് എന്തിനാ ഈ പേര് ചാർത്തൽ ഇവിടെ നടന്നത്, ഈ സെൻസസ് ഇവിടെ എടുത്തത്? ദൈവത്തിന് പ്രവർത്തിക്കാൻ മേലെ? ദൈവം ഇല്ല ഇവിടെ. ഈ ഗതികേടിൻ്റെ സമയത്ത് ദൈവം ഇത് ചെയ്യാൻ കാരണം, ഈ കഷ്ടതയുടെ സമയത്ത് എപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത്, പെയിൻ എപ്പോൾ വരുമെന്ന് നോക്കിയിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു ഗതികേട്. ദൈവത്തിനൊരു ശകലം കണ്ണിൽ ചോരയുണ്ടെങ്കിൽ ഈ സമയത്ത് ഇത് മാറ്റിവെക്കാൻ മേലെ? ഒരു 10 ദിവസം, ഒരു മാസം അങ്ങോട്ട് മാറ്റി. ദൈവത്തിൻ്റെ കയ്യിലാണ് രാജാക്കന്മാരുടെ ഹൃദയം, നീർത്തോട് കണക്കിരിക്കുക. ദൈവത്തിനെ ചെയ്യിപ്പിക്കാമല്ലോ, ദൈവത്തിന് കൈസറോട് ഇടപെടാമല്ലോ, ഉത്തരവ് മാറ്റിക്കാമല്ലോ. മാറ്റിക്കാൻ മേലെ? നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ മേലെ? ഇങ്ങനെ ചിന്തിക്കാൻ മേലെ? സ്വാഭാവികമല്ലേ ആ ചിന്ത? ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. ദൈവത്തെ അറിയുന്ന എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഗതികേട് ഈ സമയത്ത്? പ്രത്യേകിച്ച് ദൈവവുമായി ഇടപെട്ട വ്യക്തികൾ, ദൂതൻ സംസാരിച്ച ആളുകൾ രണ്ടുപേരും. ലോകത്തിൻ്റെ രക്ഷിതാവ് അകത്ത് കിടക്കുക. സത്യയോടെ മറിയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവളായിരുന്ന കാര്യങ്ങൾ. അത്ര വിജിലൻ്റ് ആയിരുന്നു കാര്യങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ. അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ മേലെ? അങ്ങനെ ചിന്തിക്കാൻ മേലെ. കാരണം കാര്യങ്ങൾ ദൈവം മുന്നൊരുക്കി വെച്ചിരിക്കുക. ഇത് ഇങ്ങനെ സംഭവിച്ചാൽ പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾ മീഖായുടെ പ്രവചനത്തിലേക്ക് വരണം. മീഖാ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. മീഖാ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യം. നീയോ ബേത്ലഹേമേ, യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രയേലിന് അധിപതിയായിരിക്കേണ്ടവൻ. നസ്രയത്തിൽ നിന്നല്ല പുറത്തോട്ട് വരേണ്ടത്, ബേത്ലഹേമിൽ വന്ന് പുറത്തു വരണം. കണ്ടോ പോകുന്ന പോക്കുണ്ടോ? മുന്നൊരുക്കിയത് പോകുന്ന പോക്കുണ്ടോ? എന്തുകൊണ്ടാണ് ഇത്ര പ്രയാസങ്ങൾ? എന്തുകൊണ്ടാണ് ഇത്ര പ്രശ്നങ്ങൾ? ദൈവ ഉദ്ദേശ സ്ഥലത്ത് ചില കാര്യങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ, അതുകൊണ്ടാണ് ബുദ്ധിമുട്ടുകൾ. ബുദ്ധിമുട്ടിൻ്റെയും പ്രയാസങ്ങളുടെ മുമ്പിൽ ദൈവമക്കൾ ആരും തളരരുത്. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു വൻ പദ്ധതികളുണ്ട്, വൻ പദ്ധതികൾ. അതിപ്പോൾ അറിയത്തില്ല, ദൈവം മുന്നൊരുക്കിയിരിക്കുന്ന റൂട്ടുകളുടെ അകത്ത് അത് ഏറ്റവും മികച്ച റൂട്ടാണ്. അവിടെ കൊണ്ടൊക്കെ തീർന്നില്ല കാര്യങ്ങൾ. നിങ്ങൾ ഇതായിട്ട് വായിക്കുമ്പോൾ നമുക്ക് അതിശയിക്കുന്നില്ല കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇവർ പോയി സത്യത്തിൽ പ്രസവം നടന്നത് കാലിത്തൊഴുത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. താഴ്ത്ത് വായിക്കുമ്പോൾ അവിടെ കിടക്കുന്നത് ഈ പ്രസവം കഴിഞ്ഞപ്പോൾ സത്രത്തിൽ ഇടമില്ലാത്തത് കൊണ്ട്, വായിച്ചേ ആ ഭാഗം വായിച്ചേ. അപ്പൊ സത്രത്തിൽ സ്ഥലമില്ലാതിരുന്നത് കൊണ്ടെന്നാ അടുത്ത ഓപ്ഷൻ തപ്പിയത്. എന്നാ ഈ സത്രത്തിൽ ഇടയില്ലാഞ്ഞേ? ഈ ദൈവം ഒരു കണ്ണിച്ചോറില്ലാത്തവനാണ്. സത്രത്തിൽ തന്നെ ഇടം കൊടുക്കാഞ്ഞേ? ന്യായമായിട്ട് അവിടെ ഇടം കൊടുക്കാൻ മേലെ? അവിടെയും ഇടമില്ല, അവിടെ പോലും ഇടയില്ല ഇവർക്ക്. ഈ കന്നുകാലിന് താമസിക്കാൻ എവിടെ ഒരു സ്ഥലം? ആർക്കും വേണ്ടാത്ത.
നിരീശ്വരവാദിക്ക് പോലും കിട്ടാത്തൊരു സ്ഥലം കന്നുകാലിക്കൂട്. നിങ്ങൾ നോക്കണേ ദൈവത്തിൻ്റെ പദ്ധതികൾ പോകുന്ന പോക്ക്. എവിടെയെന്നറിയാ പോയി കിടന്നത്? കന്നുകാലിക്കൂട്ടിൽ. കാലിത്തൊഴുത്തെന്ന് എഴുതിയിരിക്കുന്നത്. നല്ല സ്ഥലമാണോ? നമ്മൾ ആരെങ്കിലും കാലിത്തൊഴുത്തിൽ താമസിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കാലിത്തൊഴുത്ത് താമസിക്കുന്ന ആരെങ്കിലും? കന്നുകാലിക്കൂട്ടിൽ താമസിക്കുന്നില്ല നമ്മൾ. കർത്താവ് ജനിച്ച് വീണ് കിടന്ന സ്ഥലം കന്നുകാലിക്കൂടാണ്. കന്നുകാലിക്കൂട്ടിലാണ് കിടന്നത്. നമ്മളീ പ്രസംഗിക്കുന്ന ആളെ വീണ സ്ഥലം കന്നുകാലിക്കൂട്ടിലാണ്. കന്നുകാലിക്കൂട്ടിൽ ജനിച്ച് വീണ ആളാണ്. കന്നുകാലിക്കൂട്ടിലാണ് കർത്താവ് ജനിച്ച് വീണത്. നിങ്ങൾ കേൾക്കണേ ബാക്കി കാര്യങ്ങൾ. ആർക്കും വേണ്ടാത്ത കന്നുകാലിക്കൂട്ടിലാണ് യേശു വീണത്. നിങ്ങൾ നോക്കണം അവിടുത്തെ സംഭവങ്ങൾ. ആരും താമസിക്കല്ല അവിടെ, ഒറ്റ മനുഷ്യൻ. ആരും താമസിക്കാത്ത കന്നുകാലിക്കൂട്ടിൽ ജനിച്ചു വീണ സ്ഥലത്ത് സത്രത്തിലില്ലാത്ത, അവിടുത്തെ ധനവാന്മാരിലില്ലാത്ത, രാജകൊട്ടാരത്തിലില്ലാത്തൊരു സംഭവം അവിടെ നടക്കുക. എന്നാന്നറിയാമോ? അവിടെ വന്ന ആരൊക്കെ നിങ്ങൾക്ക് കേൾക്കണോ? അവിടെ വന്നവരെ കേൾക്കണോ നിങ്ങൾക്ക്? ദൈവത്തിൻ്റെ ദൂതന്മാർ കന്നുകാലിക്കൂട്ടിലിറങ്ങി. 2, ദൈവത്തിൻ്റെ സ്വർഗീയ സൈന്യം കന്നുകാലിക്കൂട്ടിലിറങ്ങി. യേശു ജനിച്ചെന്ന് കേട്ടവൻ വന്ന സ്ഥലം കന്നുകാലിക്കൂട. അർത്ഥം, ലോകം കാണുന്നത് പോലൊരു ലൈഫല്ല ദൈവം നമുക്ക് തരുന്നത്. എല്ലാ മോശമായ സാഹചര്യങ്ങളെയും സ്വർഗീയമാക്കാൻ നമുക്ക് പറ്റും. അതാ എൻ്റെ കാര്യം. എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾ നോക്കിക്കേ. ദൂതൻ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾ നോക്കി, അവിടെ ഒരു ഭാഗമുണ്ട് വാച്ചേ. നിങ്ങൾ അവിടെ വെച്ച് വായിച്ചു. ക്രിസ്തു എന്ന രക്ഷിതാവ് ദൂതൻ 8-ാം വാക്യം പോലെ 8-ാം വാക്യം വായിക്കും. അന്ന് ആ പ്രദേശത്ത് ഇടേൻ്റെ യോഗ്യത തന്നെ. ഇടേൻ്റെ യോഗ്യത. സ്കൂളിൽ പോയിട്ടില്ല, വിദ്യാഭ്യാസം ഇല്ല, കഴിവില്ല. ആരോടാ ദൈവം ആദ്യം ഇടപെട്ടത്? എന്താ ദൈവം ധനവാനോട് ഇടപെടാഞ്ഞത്? എന്താ ഈ വാർത്ത കർത്താവ് ഇത് രാജകൊട്ടാരങ്ങളിൽ പറഞ്ഞു കൊടുക്കാഞ്ഞത്? എന്താ അവിടുത്തെ ഉയർന്ന ഉദ്യോഗസ്ഥരെ അറിയിക്കാഞ്ഞത്? വിദ്യാഭ്യാസമില്ലാത്തവനെ, ഒരു കഴിവുമില്ലാത്തവനെ ദൈവാദ്യ വാർത്ത കേൾപ്പിച്ചു. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്? നമ്മൾ പറയാം അവർക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ, അവർക്ക് നല്ല വിദ്യാഭ്യാസം, അവർക്കൊരു കുഴപ്പമില്ലല്ലോ. അവരുടെ ജീവിതത്തിനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവരെ പോലല്ല നമ്മൾ. മനസ്സിലായോ? നമ്മൾ ഇരിക്കുന്നിടം സ്വർഗമാക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്ന. ഇരിക്കുന്ന ഇടം നമ്മൾ എവിടെ ഉണ്ടോ അവിടെ സ്വർഗമാണ്. കാരണം എന്താ? നമ്മുടെ ഈ കർത്താവ് നമ്മുടെ അകത്തിരിക്കുക. നമ്മൾ ഇരിക്കുന്നിടം സ്വർഗമാക്കാം. നമുക്ക് പറ്റുമത്. പക്ഷേ എന്താ പറ്റുമെന്നറിയാമോ? നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും നോക്കുക. നമുക്ക് കിട്ടിയ സാഹചര്യങ്ങളെ ദൈവത്തിന് സ്വർഗ തുല്യമാക്കാൻ പറ്റും. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറക്കാൻ നമുക്ക് പറ്റും. കന്നുകാലിക്കൂടിനെ സ്വർഗീയമാക്കിയ ദൈവത്തിന് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഏതുമാകട്ടെ അതിനെ സ്വർഗീയമാക്കാൻ പറ്റും. ഉറപ്പാ. എങ്ങനെയാണെന്നറിയാമോ? അതിനാ പൗലോസ് പറഞ്ഞത്, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമാണ് നിങ്ങളെ നടത്തുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഈ സാഹചര്യങ്ങളെല്ലാം ദൈവത്താൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾ എങ്ങനെ ചെയ്യണം? ഒരു കാര്യങ്ങളും പിറുപിറുപ്പും വാദവും കൂടാതെ നിങ്ങളിവിടെ ചെയ്യണം. ഇവിടെ ചെയ്യണത് പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യണം. എനിക്കതില്ലല്ലോ, എനിക്കിതില്ലല്ലോ എന്ന് പറയാനല്ല വിളിച്ചത് നമ്മളെ. അതൊക്കെയും ദൈവം മുൻ നിയമിക്കപ്പെട്ട കാര്യങ്ങൾ. എത്ര ധൈര്യത്തോടെ പറയാൻ വേണ്ടി, കർത്താവേ നീ എന്നെ നടത്തുന്ന വഴികൾ ദൈവത്തിൻ്റെ ഹിതത്തിൽപ്പെട്ട വഴികളാണ്. ഹല്ലേലൂയ. എല്ലാ ദുർഘടങ്ങളും ദൈവത്താലാണ്. എല്ലാം കുറച്ച് കഴിയുമ്പോൾ കാണാം. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തൊന്ന് സ്തോത്രം പറഞ്ഞ് ദൈവസന്നിധി നിന്ന് നോക്കിയേ. ഹല്ലേലൂയ. കാണാം നമ്മുടെ ജീവിത സാഹചര്യം സ്വർഗതുല്യമാക്കി തരും ദൈവം. സ്വർഗതുല്യം. അതാ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. ദൂതന്മാരെ അറിയിച്ച കാര്യങ്ങൾ വായിച്ചതായിട്ട് നിങ്ങൾ വായിച്ചു നോക്കിക്കേ. ദൂതൻ അവരോട് മഹാസന്തോഷം. ആർക്കുള്ളതാണ്? സർവജനത്തിനും. അബ്രഹാമിലൂടെയുള്ള വാഗ്ദത്ത നിവർത്തീകരണമാണ് ഈ നടക്കുന്നതെന്ന് അവർ പറഞ്ഞു കൊടുത്തു. അനുഗ്രഹമായ പറഞ്ഞത്, അനുഗ്രഹത്തിനായി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അനുഗ്രഹം അനുഭവിക്കണമെന്ന് വിളിക്കപ്പെട്ട. അപ്പോൾ നമ്മൾ ചോദിക്കും, നമുക്കതും ഇതുമില്ലാത്തതല്ല വിഷയം.
ദൈവം ആഗ്രഹിക്കുന്നത് അനുഗ്രഹം എന്ന വാക്ക് ചെന്ന് അവസാനിക്കുന്നത് ദൈവത്തിലാണ്. ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്ന ജീവിതം തരാനാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പ്രശ്നം. അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ തിരിച്ചറിയാത്തത്. മഹാസന്തോഷം സകല ജനത്തിനുമുള്ള എവിടെ ജീവിക്കുന്നുള്ളതല്ല, നമ്മുടെ കൂടെ ദൈവ സാന്നിധ്യമുണ്ടോ എന്നുള്ള ചോദ്യം ഇവിടെ. അതാ കാര്യം. നമ്മുടെ അപ്പുറത്തുള്ള 2 നിലയിൽ താമസിക്കുന്നവനും ഇവിടെയുള്ള സമ്പന്നനും നമ്മുടെ അപ്പുറത്ത് നിൽക്കുമ്പോൾ നമ്മൾ കന്നുകാലിക്കൂട്ടിലാണ് താമസിക്കുന്നെങ്കിലും ദൂതൻ ഇറങ്ങുന്ന വീടാണ് നമ്മുടെ വീട്. അതാ അതിൻ്റെ കാര്യം. അതാ നമ്മുടെ ലൈഫ്. അതാ നമ്മുടെ ജീവിതം. നിങ്ങൾക്ക് അത് വേണോ? 2 നില വീട് വേണോ? അത് വേണോ? സമ്പത്ത് വേണോ? ഞാൻ ഇതിന് എതിർത്ത് പറയുന്നതല്ല. ജീവിതത്തിന് സ്തോത്രം പറയണം. നമ്മൾ അവക്കെ മുന്നൊരുക്കിയിരിക്കും ദൈവം നമുക്ക് വേണ്ടി. നമ്മളതിന് സ്തോത്രം പറയണം. ഏത് സാഹചര്യമാകട്ടെ ഒന്ന് സ്തോത്രം പറഞ്ഞ് നിന്ന് നോക്കിയേ. അതിനോട് മുഖം തിരിച്ച് നിൽക്കാതെ നന്ദിയോടൊന്ന് സ്തോത്രം പറഞ്ഞേ. ദൈവമേ, ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കണോ? സഭയുടെ ഒരു പ്രാർത്ഥന കേൾക്കണോ? സഭ നടത്തിയൊരു പ്രാർത്ഥന, അപ്പോസ്തലന്മാരെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ സഭ നടത്തിയൊരു പ്രാർത്ഥനയുണ്ട്. ദൈവം ഒരുമനപ്പെട്ട് സഭ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. നിങ്ങൾ വായിച്ചു അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വന്ന്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിലേക്ക് വന്നേ. 27-28 വായിച്ച് ഒരു പ്രാർത്ഥന കേൾക്കുന്നത് അവിടെ. സഭയുടെ പ്രാർത്ഥനയാണ്. എന്താണെന്നറിയാമോ? ഇവിടെ പത്രോസിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഉണ്ടായ പ്രാർത്ഥനയത്. നീ അഭിഷേകം ചെയ്ത അതാ കളയരുതാത്തത്. അതിനകത്ത് ഏറ്റവും സത്തായ വാക്കതാ. സംഭവിക്കണമെന്ന് നിന്റെ കയ്യും, ആരുടെ കയ്യാ? ദൈവത്തിൻ്റെ കയ്യും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും. കണ്ടോ? മുൻ നിയമനം ഉണ്ടോ? പറ. മുൻ നിയമിക്കുന്നുണ്ടോ? ജീവിതത്തിലുണ്ടോ? പറ. ഉണ്ടോ? ജീവിതത്തിൽ സാഹചര്യങ്ങളുണ്ടോ? ഉണ്ട്. ദൈവം നമ്മെ നടത്തുന്ന വഴികൾക്ക് വ്യത്യാസമുണ്ടോ? ഉണ്ട്. ദൈവം നമ്മുടെ കാര്യത്തിൽ ചില കേസ് എഴുതിയിട്ടിരിക്കുക. മാറ്റം വരുത്താൻ പറ്റുമോ? മാറ്റം വരുത്താൻ പറ്റത്തില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കതിനോട് യോജിക്കാൻ പറ്റും. നമുക്കതിനോട് യോജിക്കാൻ പറ്റണം ജീവിതത്തോട്. ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങൾക്കും സ്തോത്രം പറയണം. നോക്കി ആ വാക്ക് കണ്ടോ? സഭ പ്രാർത്ഥിച്ച് സഭയുടെ ബോധം കണ്ടോ? സഭയ്ക്ക് കണ്ണു തുറന്നപ്പോൾ കണ്ടോ? എന്നാലും കർത്താവേ, നീ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, എൻ്റെ ഗതി ഇങ്ങനെ ആയിപ്പോയല്ലോ, പത്രോസിൻ്റെ ഗതി ഇങ്ങനെ ആയിപ്പോയല്ലോ, യേശുവിനെ ക്രൂശിച്ചു, നാട്ടെ ഞങ്ങൾ വിശ്വസിച്ചെങ്കിൽ ഞങ്ങളുടെ ഗതി ഇതാ. അങ്ങനെയാണോ സഭ പ്രാർത്ഥിച്ചത്? അല്ല. ആ വാക്ക് കണ്ടോ? അതാണ് വെട്ടം കിട്ടിയവൻ്റെ പ്രാർത്ഥന, വെളിച്ചം വന്നവൻ്റെ പ്രാർത്ഥനയാണ് സഭ പ്രാർത്ഥിച്ചത്. വായിച്ചേ, സംഭവിക്കണമെന്ന്. ഇല്ലെങ്കിൽ തൊടുകയില്ല നമ്മളെ. മനസ്സിലായോ? തൊടത്തില്ല നമ്മളെ. മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമാണ്. കൊന്നാലും ഇവൻ ഉയർക്കും. സംഭവിക്കണമെന്ന് നിന്റെ കൈ, നിന്റെ ആലോചന, മുൻ നിയമിച്ചതൊക്കെയും. എത്ര പേർക്ക് പറയാൻ പറ്റും യേശുവിന് ഇങ്ങനെയാണെങ്കിൽ എനിക്കും ഇങ്ങനെ തന്നെയാണ്? അതാ വിശ്വാസ ജീവിതം. അതാ നമ്മുടെ ധൈര്യം. നമ്മൾ ചോദിച്ച് മേടിക്കാതിരുന്നാൽ മതി. ഹല്ലേലൂയ. ഇത് തന്നെയാണ് നമ്മുടെ ലൈഫ്. സ്തോത്രം പറയണം നമ്മൾ. നമ്മളെ കന്നുകാലിക്കൂടിനെ സ്വർഗീയ സൈന്യങ്ങൾ ഇറക്കുന്ന ഭവനമാക്കി മാറ്റി ദൈവം. നോക്ക്, സത്രമാണോ നല്ലത്? രാജകൊട്ടാരമാണോ നല്ലത്? ദൈവത്തിൻ്റെ പദ്ധതികൾ ഈ ഭൂമിയിൽ നമ്മളോട് നിറവേറുന്നതാണോ വലുത്? പറ. ദൂതന്മാരോട് പറഞ്ഞു കേട്ടോ, സകല ജനത്തിനുമുള്ള മഹാസന്തോഷം എന്നാ ഇത്? നിന്റെ സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള അബ്രഹാമുള്ള വാഗ്ദത്തം എഴുതപ്പെട്ടതാ. അതിവിടെ സംഭവിച്ചാൽ പറ്റത്തുള്ളൂ. ദേഹത്ത് കന്നുകാലിക്കൂട്ടിൽ ഇറങ്ങി വന്നിരിക്കുന്നത്. അത് പോയി കണ്ടോളാൻ പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളിലാ ദൈവപ്രവൃത്തി കാണേണ്ടത്. നമ്മളാ ദൈവത്തിൻ്റെ മയിൽക്കുറ്റികൾ, നമ്മളാ തെളിവുകൾ, നമ്മളാണ് തെളിവുകൾ, നമ്മളാണ് ദൈവത്തിൻ്റെ സാക്ഷികൾ. അത് നമ്മുടെ വീടോ വണ്ടിയോ അവസ്ഥകളോ ഒന്നുമല്ല സാക്ഷികളാക്കുന്നത്, നമ്മിലിറങ്ങുന്ന ദൈവ സാന്നിധ്യമാണ് നമ്മളെ സാക്ഷികളാക്കുന്നത്. അതാ ജീവിതം, അതാ ലൈഫ്. ഇതൊക്കെ താൽക്കാലികമായ കാര്യങ്ങളുടെ പുറകെ നമ്മൾ നിരാശപ്പെട്ട് ജീവിക്കുന്നത്. അങ്ങനെ ഒന്ന് ജീവിച്ച് നോക്കിക്കുക, കാണാം ദൈവസാന്നിധ്യം ഇറങ്ങുന്ന ജീവിതം നമ്മുടെ മുമ്പിൽ വരും. കന്നുകാലിക്കൂടിന് ദൈവസാന്നിധ്യം. ഞാൻ ചോദിച്ചത്, കന്നുകാലിക്കൂടി താമസിക്കുന്ന ആരും ഇവിടെ ഇല്ലല്ലോ. വീട്ടിൽ കന്നുകാലിക്കൂടിൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ വീടിൻ്റെ സ്ഥിതി എത്രമാത്രം വലുതാ ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മളൊന്ന്.
ഹല്ലേലൂയ. ജനത്തിനുള്ള മഹാസന്തോഷം. അബ്രഹാമിനോട് അരുളി ചെയ്ത് എഴുതപ്പെട്ടത് ദേ ഇവിടെ സംഭവിക്കുന്നു. ദൂതന്മാർ അരുളിച്ചത് ദേ ഇവിടെ സംഭവിക്കുന്നു. സ്ഥലമല്ല വിഷയം, സാഹചര്യങ്ങളല്ല വിഷയം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്ന വിഷയം. ദൈവം തൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മുടെ ഭവനത്തെ തിരഞ്ഞെടുക്കട്ടെ, നമ്മളെ തിരഞ്ഞെടുക്കട്ടെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ തിരഞ്ഞെടുക്കട്ടെ. അതിനായിട്ട് നമുക്ക് ദൈവമക്കളെ ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ സമർപ്പിക്കപ്പെടണം. സാഹചര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് സ്തോത്രം പറയണം. ഹല്ലേലൂയ. അതൊക്കെ പൈശാചികമാ, സാത്താൻ കൊണ്ടെന്നാന്നും പറഞ്ഞ് അതിനെതിരെ പ്രതികരിക്കുകയല്ല ചെയ്യുന്നത്. അത് ദൈവികമല്ല. പാട്ടുകാരൻ എഴുതില്ലേ, ഞാൻ അവനുള്ളം കയ്യിൽ ഇരിക്കയാ ആരുമില്ലേനീക്കു ദോഷം ചെയ്യുവാൻ. ആമേൻ. ഞാനവനുള്ളം കയ്യിൽ ഇരിക്കയാ ആരുമില്ലേനീക്കു ദോഷം ചെയ്യുവാൻ. ആമേൻ. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്നു ഞാനറിയുന്നു, തൻഹിതമാണെന്നു ഞാനറിയുന്നു.